എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലിഖിതങ്ങളുടെ വ്യാഖ്യാനത്തെയും വിശുദ്ധ ലിഖിതങ്ങളുടെ രഹസ്യങ്ങളെയും കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ക്യാനോനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പഴയ നിയമവും പുതിയ നിയമവും. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം മുഴുവനും പഠിച്ചത് പുതിയ നിയമത്തെക്കുറിച്ചാണ്. സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവൻ്റെയും ഹൃദയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. 4 സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളുടെ മുഴുവൻ്റെയും ഹൃദയമാണ്. കോർ. എന്നിട്ട് അതിൽ നമ്മൾ 3 തലങ്ങൾ: യേശുവിൻ്റെ ജീവിതവും പ്രബോധനവും, യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വാചിക പാരമ്പര്യം, ലിഖിത സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങൾക്കും സഭയിൽ അനന്യമായ സ്ഥാനമുള്ളതും സുവിശേഷ വാക്യങ്ങളെക്കാൾ മഹത്തരമോ ശ്രേഷ്ഠമോ അമൂല്യമോ ഉജ്ജ്വലമോ ആയ വേറൊരു പ്രബോധനവും ഇല്ല. നമ്മുടെ നാഥനും ഗുരുവുമായ ക്രിസ്തു തൻ്റെ വാക്കുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയും പ്രവൃത്തികളിലൂടെ നിറവേറ്റുകയും ചെയ്ത കാര്യങ്ങൾ കാണുവിൻ, സ്വീകരിക്കുവിൻ. വിശുദ്ധ കസേരിയ ദ യങ്ങർ. തുടർന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഒരു സാക്ഷ്യം: എൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ സുവിശേഷത്തെക്കുറിച്ചാണ് എല്ലാറ്റിലും ഉപരിയായി ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെ പാവപ്പെട്ട ആത്മാവിന് ആവശ്യമായതെല്ലാം ഞാൻ അതിൽ കണ്ടെത്തുന്നു. അതിൽ ഞാൻ എപ്പോഴും പുതിയ പ്രകാശകിരണങ്ങളും മറഞ്ഞിരിക്കുന്നവയും നിഗൂഢങ്ങളുമായ അർത്ഥങ്ങളും കണ്ടുപിടിക്കുന്നു. ഇപ്പം നമ്മൾ കൊന്ത ചെല്ലുമ്പോഴായാലും, കൊന്ത ചെല്ലുമ്പോൾ നമ്മൾ ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ മറിയത്തിന് മംഗലവാർത്ത അറിയിച്ചു എന്ന ദിവ്യരഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കാം, സൃഷ്ടായുള്ള പിതാവേ. ഇങ്ങനെയല്ല കൊന്ത ചെല്ലണേ. ധ്യാനിക്കാം എന്ന് പറഞ്ഞാൽ ധ്യാനിക്കണം. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ്, കൊന്തയെല്ലാം ചെല്ലുന്നുണ്ട്, ഇത്ര കൊന്ത ചെല്ലണം എന്നുള്ള നേർച്ച ചെല്ലണോ. പക്ഷേ ആ കൊന്തയിൽ ഈ പുതിയ നിയമത്തിലെ ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന രഹസ്യങ്ങളാണ് ഓരോന്നും. മംഗലവാർത്ത, അത് കഴിഞ്ഞ് എലീശോമയെ കാണാൻ പോകുന്നതും ഓരോന്നും. അപ്പോൾ അവിടെ അല്പം നിർത്തി കഴിയുന്നതും ബൈബിൾ എടുത്ത്, അല്ലെങ്കിൽ ആ സുവിശേഷ ഭാഗം, ആ വചനം പറഞ്ഞ്, ആദ്യകാലങ്ങളിൽ അതിൻ്റെ ഒരു ലീഫ്ലെറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സണൽ പ്രെയർ പോലെ തന്നെ കൊന്തയുടെ ആ രഹസ്യങ്ങളുടെ വചനം, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സുവിശേഷ ഭാഗം എടുത്ത് എഴുതിയിട്ടുള്ള ഒരു ലീഫ്ലെറ്റ്, അത് ഒരുപാട് കിട്ടുകയും ചെയ്യും, പല പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ അർത്ഥം തന്നെയാണ് അതിന്. എൻ്റെ പ്രാർത്ഥനയിൽ നിമിഷങ്ങളിൽ സുവിശേഷത്തെക്കുറിച്ച് ആണ് എല്ലാറ്റിലും ഉപരിയായി ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊന്ത ചെല്ലുകയാണ് ഒരു പ്രാർത്ഥന. കൊന്ത ചെല്ലുമ്പോഴും സുവിശേഷം തന്നെയാണത്. സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഐക്യം. നമ്മളത് കഴിഞ്ഞ ദിവസം ആരംഭിച്ചായിരുന്നു. ടൈപ്പോളജി. അപ്പോൾ 128-ാമത്തെ ഖണ്ഡികയും 129-ഉം വളരെ രസകരമാണ്. ഇത് വിശദീകരിക്കാമെന്നുണ്ടെങ്കിൽ വളരെയധികം പറയാനുള്ളതാണ്. അപ്പസ്തോലിക കാലത്തും ഉണ്ടോ 104, 1 കൊരിന്ത്യസ് 10:6 വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷവും പാരമ്പര്യത്തിലും നിരന്തരമായി പ്രതിരൂപ വിചിന്തനം, ടൈപ്പോളജി വഴി ഇരു നിയമങ്ങളിലും, അതായത് പഴയ നിയമം പുതിയ നിയമം, ഇരു നിയമങ്ങളിലും അടങ്ങിയിരിക്കുന്ന ദൈവീക പദ്ധതിയുടെ ഐക്യം സഭ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനായി അവതരിച്ച തൻ്റെ പുത്രനിൽ ദൈവം കാലത്തിൻ്റെ തികവിൽ നിറവേറ്റിയ കാര്യങ്ങളുടെ പ്രതിരൂപങ്ങൾ പഴയ ഉടമ്പടിയുടെ കാലത്ത് ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളിൽ സഭ കണ്ടെത്തുന്നു. ഒന്നുകൂടി,
അപ്പസ്തോലിക കാലത്തും അതിനുശേഷം പാരമ്പര്യത്തിലും നിരന്തരമായി പ്രതിരൂപ വിചിന്തനം ടൈപ്പോളജി വഴി ഇരു നിയമങ്ങളിലും അടങ്ങിയിരിക്കുന്ന ദൈവിക പദ്ധതിയുടെ ഐക്യം സഭ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യനായി അവതരിച്ച തൻ്റെ പുത്രനിൽ ദൈവം കാലത്തിൻ്റെ തികവിൽ നിറവേറ്റിയ കാര്യങ്ങളുടെ പ്രതിരൂപങ്ങൾ പഴയ ഉടമ്പടിയുടെ കാലത്ത് ദൈവം പ്രവർത്തിച്ച കാര്യങ്ങളിൽ സഭ കണ്ടെത്തുന്നു. ഈ അടുത്ത പാരഗ്രാഫിൽ അതിൻ്റെ എളുപ്പം കുറച്ചുകൂടി വിശദമായി മനസ്സിലാകും. 1094 ഖണ്ഡിക 1094 ഇതിൽ അത് കൂടുതൽ വിശദമായി നമുക്ക് മനസ്സിലാകും. രണ്ട് ഉടമ്പടികളുടെയും ഈ യോജിപ്പിലാണ് കർത്താവിൻ്റെ പെസഹ ബോധനം 15 ഡൈവർബം 14:16, ലൂക്ക 24:13 മുതൽ 49 വരെയുള്ള വചനങ്ങൾ. അത് എമ്മാവുസിലേക്ക് പോയ ആ യാത്രയിലുള്ള വ്യാഖ്യാനമാണ്. രണ്ട് ഉടമ്പടികളുടെയും ഈ യോജിപ്പിലാണ് കർത്താവിൻ്റെ പെസഹ ബോധനവും പിന്നീട് അപ്പസ്തോലന്മാരുടെയും സഭാപിതാക്കന്മാരുടെയും മതബോധനവും പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഈ മതബോധനം പഴയ നിയമത്തിൻ്റെ അക്ഷരങ്ങളുടെ അടിയിൽ ഒളിഞ്ഞിരുന്നതിനെ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ എന്താണ് ഒളിഞ്ഞിരുന്നത്? ക്രിസ്തുവിൻ്റെ രഹസ്യം. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പഴയ നിയമങ്ങളുടെ അക്ഷരങ്ങളുടെ അടിയിൽ ഒളിഞ്ഞിരുന്നതിനെ, അതായത് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ മറനീക്കി കാണിക്കുന്നു. ഇത് പ്രതിരൂപാത്മകം, ടൈപ്പോളജിക്കൽ എന്ന് വിളിക്കപ്പെടുന്നു. അതാണ് ടൈപ്പോളജി. അത് വലിയ ഒരു തിയോളജിക്കൽ ബ്രാഞ്ചാണ്. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എന്താ വഴി. അപ്പോൾ അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ കുറേ ടോക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും യൂട്യൂബിൽ. ബിബ്ലിക്കൽ ടൈപ്പോളജിക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ സ്കോട്ട് ഹാൻഡെയും പിന്നെ ചില ഇംഗ്ലീഷ്, മലയാളത്തിൽ ബൈബിള് ഓരോ അധ്യായം ഓരോ പാരഗ്രാഫിൻ്റെയും അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ ഓരോ പാരഗ്രാഫിലും അടങ്ങിയിരിക്കുന്ന പഴയ നിയമ പശ്ചാത്തലം നമ്മുടെ മലയാളം ബൈബിളിൽ തന്നെ അതിൻ്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടാവും. അടിക്കുറിപ്പിൽ അതിൻ്റെ റെഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ തന്നെ കാണിക്കുന്ന റെഫറൻസ് ഇതാണ്. ഇവിടെ തന്നെ രണ്ട് ഉടമ്പടികളുടെയും ഈ യോജിപ്പിലാണ് കർത്താവിൻ്റെ പെസഹാബോധനം 15. എന്നിട്ട് 15ൻ്റെ സ്ഥാനത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ലൂക്ക 24:13 മുതൽ 49 വരെ. ലൂക്ക 24:13 മുതൽ. അപ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്ന ആ റെഫറൻസുകൾ എടുത്ത് നമ്മളിരുന്ന് പഠിക്കണം. ലൂക്ക 24:13 മുതൽ. ആ ദിവസം തന്നെ അവരിൽ 2 പേർ. അപ്പോൾ ഇത് ഇത്തിരി നീണ്ട ഇതാണ്, ഞാനിത് മുഴുവനും വായിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സാരാംശം എന്താണ്? ഇവിടെ പറയുകയാണ് 20ാമത്തെ വചനത്തിൽ, ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഇതാരോടാ പറയണേ? ഈ ഉയർത്തെഴുന്നേറ്റ് അവരുടെ കൂടെ നടക്കുന്ന കർത്താവിനോടാണ്. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു. കണ്ടോ, അതാണ് ഇവിടെ പറയുന്ന പെസഹാബോധനം. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, ഇനിയാണ് കേട്ടോ ടൈപ്പോളജി വരുന്നത്.
പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം ഭംഗീഭവിച്ചവരെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം കണ്ടോ? സഭ ഈ മതബോധനം പഴയ നിയമത്തിൻ്റെ അക്ഷരങ്ങളുടെ അടിയിൽ ഒളിഞ്ഞിരുന്നതായിരുന്നു. പഴയ നിയമത്തിൻ്റെ അക്ഷരങ്ങളുടെ അടിയിൽ ഒളിഞ്ഞിരുന്നതായിരുന്നു. അപ്പോൾ ഈ പഴയ നിയമം അവർ വായിച്ചപ്പോൾ കുറേ അക്ഷരങ്ങളായിട്ടാണ് അവരത് വായിച്ചത്. അത് ഈ അവരുടെ മനസ്സിലാക്കലിനെ അവരത് മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ അകത്തൊളിഞ്ഞിരിക്കുന്ന ക്രിസ്തു വിജ്ഞാനിയെ മനസ്സിലാക്കുന്നില്ല. എന്നോട് ക്ഷമിക്കണം, ഇതാണ് ഇന്നും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പഠനത്തിനുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം, ഈ പഴയ നിയമം മുഴുവനും നമ്മൾ ഓരോരുത്തരുടെ ഈ വചനം ഇത്ര പ്രാവശ്യം വായിച്ചാൽ നിനക്ക് വിസ കിട്ടും, ഈ വചനം ഇത്ര പ്രാവശ്യം എഴുതിയാൽ നിനക്ക് ഉദ്ദിഷ്ട കാര്യം സാധിക്കും. എൻ്റെ കർത്താവേ, അല്ലല്ലോ ദൈവവചനത്തിൻ്റെ ഉദ്ദേശം. ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം, നീ ചോദിക്കുന്നതിന് മുൻപേ നിന്റെ പിതാവിന് അറിയാം നിനക്ക് എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെവിടെയാ? നമ്മൾ തോമാസ് ലീഹായുടെ കാലം മുതൽ, അതായത് 2000 വർഷത്തോളമായി സഭയാണ്. പക്ഷെ നമ്മളിപ്പോഴും വിശുദ്ധ രംഗത്തെ അക്ഷരങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരുന്നു. അതാണ് പഴയ നിയമത്തിൽ അവർ ചെയ്തത്. ഫരിസേയരും നിയമജ്ഞരും ആ അക്ഷരങ്ങളെ പിടിച്ചു. ആ അക്ഷരങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നില്ല. ആ ക്രിസ്തു അവരുടെ മുമ്പിൽ വന്നു, ആ ക്രിസ്തു അവരോടൊപ്പം നടക്കണു, എന്നിട്ടും മനസ്സിലാകുന്നില്ല. ആ ക്രിസ്തു 3 വർഷം അവരോടൊപ്പം ഉണ്ടായിരുന്നു, അവർ മനസ്സിലാക്കിയില്ല. ഈ ക്രിസ്തു ആണ്. അവർ തന്നെ പഠിച്ച്, അവർ കാണാപ്പാഠം പഠിച്ച് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സങ്കീർത്തനങ്ങളിലും ആ വചനത്തിൻ്റെ എല്ലാം അകത്ത് ഉണ്ടായിരുന്ന രഹസ്യമായിരുന്നു ആ ക്രിസ്തു. അപ്പോൾ ഈ ടൈപ്പോളജി നമ്മൾ വളരെ രസകരമാണ്. അതിലങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ ഓരോ വചനത്തിൻ്റെയും ഇണവചനം കണ്ടുപിടിച്ച് അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഇണവചനം കണ്ടുപിടിച്ച് അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത് ഇതാണ്, നമ്മൾ തന്നെ കുറച്ച് പഠിക്കണം. നമ്മൾ തന്നെ പുതിയ നിയമം എടുത്ത് ഓരോ പാരഗ്രാഫ് എടുത്ത് അതിൻ്റെ അടിക്കുറിപ്പിൽ വായിക്കണം. ഇനി ഒരു ബൈബിള് മാത്രം ഉപയോഗിച്ചാൽ പോരാ. ഇവിടെയാണ് നമ്മൾ നല്ല ഒരു ഇംഗ്ലീഷ് ബൈബിള് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു ലേറ്റസ്റ്റ് ബെസ്റ്റ് ഒരു ന്യൂ അമേരിക്കൻ ബൈബിൾ. അപ്പം അതിൽ ഒരു ഭാഗം മുഴുവൻ അതിൻ്റെ കമൻട്രിയാണ്. ഒരു ഭാഗത്ത് വചനവും അതിൻ്റെ കമൻട്രിയും അതിൻ്റെ ക്രോസ് റെഫറൻസും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേരളത്തിൽ ഈ ന്യൂ അമേരിക്കൻ ബൈബിള് നമ്മൾ ഡിവൈനിൽ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി നമ്മുടെ നല്ല പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. ഫോറിൻ പേപ്പറിന് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ സെയിം ബൈബിള് ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ ഇംഗ്ലീഷിൽ അത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. ഡിവൈനിൽ നിന്ന് മേടിക്കാൻ പറ്റും, അല്ലെങ്കിൽ സെൻറ്റ് പോൾസിൽ എവിടെയെങ്കിലും മേടിക്കാൻ പറ്റും. ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ ഈ ന്യൂ അമേരിക്കൻ ബൈബിളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബൈബിള് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠനം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോ വചനത്തിനും ഇവിടെ ഒരു ഇൻ്റർപ്രിറ്റേഷൻ ഉണ്ട്, അതിൻ്റെ ഒരു ക്രോസ് റെഫറൻസ് ഉണ്ട്. അത് പഴയ നിയമത്തിലെ ഏത് വചനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു 2 ബൈബിള്, ഹിന്ദി അറിയാവുന്നവർ ഹിന്ദി ബൈബിളും, ഇങ്ങനെ 2-3 ബൈബിളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ചില ഭാഗങ്ങൾ ഹിന്ദിയിൽ വായിക്കുമ്പോൾ ആ ലാംഗ്വേജിൻ്റെ വ്യത്യാസം കൊണ്ട് നമുക്ക് കൂടുതൽ അർത്ഥസമ്പുഷ്ടമായിട്ട് തോന്നും. ഇപ്പോൾ ഞാൻ പറയാറുള്ള ഒരു വചനമാണ് ആദ്യമേ ശബ്ദ. ഇവിടെ നമ്മൾ പറയുന്ന ആദിയിൽ വചനമുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഈ വചനം നമ്മളപ്പോൾ ഒരു എഴുതിയ രൂപത്തിലാണ്. അതാണ് ഇവിടെ പറയുന്നത് അക്ഷരം എന്ന് പറയണം.
അക്ഷരമായിട്ടല്ല വചനമാദ്യം ഉണ്ടായത്. വചനമാദ്യം ഉണ്ടായത് ശബ്ദമായിട്ടാണ്. അത് ശബ്ദമാക്കി നമ്മൾ കേൾക്കണം, ശബ്ദമായി നമ്മൾ ആസ്വദിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ശബ്ദമായി കേൾക്കണം. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന വിഷയമാണ്. ഓക്കെ, ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. ഭോഷന്മാരെന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടി പറയണതാണ് എന്ന് വിചാരിക്കണം. ഈശോ പറയണതെല്ലാം സ്നേഹത്തോടു കൂടിയാണ്. അതായത് ഇത് ഈ പ്രവചനങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊരു വചനമാണെങ്കിലും ഇത് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ 6 മാസമെങ്കിലും എടുക്കും. മോശ മുതൽ എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച്, അതായത് ഈശോ മിശിഹായെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അന്വേഷിപ്പിൻ കണ്ടെത്തും. അതാണ് അന്വേഷിക്കാൻ പറയണത്. അപ്പോൾ ബൈബിൾ പഠിക്കാൻ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കണം. നമ്മൾ ആരെങ്കിലും പഠിപ്പിക്കുന്നത് കേൾക്കണത് കൊണ്ട് ഒരു സൂചന കിട്ടുന്നേ ഉള്ളൂ. ഈശോ തന്നെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലോ നമ്മളിരുന്ന് പഠിക്കണം. മോശയുടെ പുസ്തകം വായിച്ചിട്ട് എവിടെയാണ് മോശയുടെ പുസ്തകത്തിൽ ഈശോനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് എവിടെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്? അപ്പോൾ ഇതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയത്, ഈശോ അത് പറയണത് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ മതബോധനം പഴയ നിയമത്തിൻ്റെ അക്ഷരങ്ങളുടെ അടിയിൽ അവർ ദൈവനിവേശിതമായ വചനമായിട്ട് അതിനെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ഇവിടെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രഹസ്യത്തെ മറനീക്കി കാണിക്കുന്നു. ഇതാണ് പ്രതിരൂപാത്മകം അല്ലെങ്കിൽ ടൈപ്പോളജിക്കൽ എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ ആദ്യം ഉടമ്പടിയുടെ ക്രമങ്ങളിലും വാക്കുകളിലും പ്രതീകങ്ങളിലും അവിടുത്തെ പ്രഘോഷിക്കുന്ന പ്രതിരൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ക്രിസ്തുവിൻ്റെ നവീനത്വം വെളിപ്പെടുത്തുന്നു. ആദ്യ ഉടമ്പടിയുടെ കർമ്മങ്ങളിലും വാക്കുകളിലും പ്രതീകങ്ങളിലും അവിടുത്തെ പ്രഘോഷിക്കുന്ന പ്രതിരൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ക്രിസ്തുവിൻ്റെ നവീനത്വം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൽ നിന്ന് തുടങ്ങുന്ന സത്യത്തിൻ്റെ ആത്മാവിലുള്ള ഈ പുനർവായന വഴി അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുനർവായന. ഈ പുനർവായന തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ക്രിസ്തുവിൽ നിന്ന്. എന്നിട്ട് നമ്മൾ പുറകോട്ട് പോവുകയാണ്. ആ പഴയ കാലങ്ങളിലേക്ക് പോകണം. ഞാനതാണ് പറയാറുണ്ട്. നമ്മൾ അന്നത്തെ വേദവായനയിൽ, അതായത് നമ്മുടെ കുർബാനയിലെ വേദവായനയിൽ നമ്മൾ ആദ്യം സുവിശേഷം വായിക്കണം. എന്നിട്ട് അതിൽ നിന്ന് പുനർവായനയിലേക്ക് പോകണം. പഴയ നിയമഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഇതാണല്ലേ അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ ഈ ഇടയ്ക്ക് ഈശോയുടെ മാമോദീസ, ആ മാമോദീസയെക്കുറിച്ച് ആണ് ആദ്യത്തെ അല്ലെങ്കിൽ സുവിശേഷം. പക്ഷേ അതിൻ്റെ പഴയ നിയമ വായന ഏഷ്യ 55 അധ്യായമാണ്. ഉണ്ടോ? അപ്പോൾ ഏഷ്യ 55 അധ്യായത്തിൽ 8-9 വചനങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. ദാഹാർത്തരെ ജലാശയം, ജലമാണ്, വരുവിൻ, സൗജന്യമായി വാങ്ങിക്കൊള്ളുവിൻ, കുടിക്കുവിൻ. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ.
എന്നിട്ട് പറയാണ്, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. അപ്പോൾ ഇവിടെ എന്താണ് ഈ മാമോദീസായിട്ടുള്ള ബന്ധം? ഇതിൻ്റെ അത് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് മഴയും മഞ്ഞും? അപ്പം മഴയും മഞ്ഞും ആകാശത്തിൽ നിന്ന് വരുന്നു. മഴ യേശുവിൻ്റെ വചനവും മഞ്ഞ് യേശുവിൻ്റെ ആത്മാവുമാണ്. മഴയും ആകാശത്തിൽ നിന്ന് വരുന്നു, അത് തിരിച്ചു പോയില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കണം ഈ ഭാഗത്ത് എന്താണ്. അപ്പോൾ അതിൻ്റെ ശീർഷകം തന്നെ പറയുന്നത് ജീവൻ്റെ ഉറവാന്നാണ്. അപ്പോൾ ഈ അക്ഷരങ്ങളുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തു വിജ്ഞാനീയം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ക്രിസ്തുവിൻ്റെ നവീനത്വം വെളിപ്പെടുത്തുന്നു. ക്രിസ്തുവിൽ നിന്ന് തുടങ്ങുന്ന സത്യത്തിൻ്റെ ആത്മാവിലുള്ള, അത് നമ്മളിപ്പോൾ ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പുറകോട്ട് പോകണം. ഒരു പുനർവായന വഴി പ്രതിരൂപങ്ങൾ വെളിവാക്കപ്പെടുന്നു. പുനർവായന വഴി 16-ാമത്തെ റെഫറൻസ് നോക്കുക. 2 കൊരിന്ത്യർ 3:14-16. അത് രസകരമാണ്. 2 കൊരിന്ത്യർ 3 അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അതാണ് പഴയ അവസ്ഥ. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത്. മൂടുപടം എന്ന് പറയുമ്പോൾ നമ്മളൊരു മുഹമ്മൂടി എന്ന് വിചാരിക്കേണ്ട, ഒരു വെയിൽ ആണത് മൂടുപടം. അതെ, ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിലല്ല. എന്താ, നമ്മൾ ക്രിസ്തു വിജ്ഞാനീയം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലും ആ മൂടുപടം നിലനിൽക്കും. അതാണ് ക്രിസ്തുവിൽ തുടങ്ങുന്ന സത്യത്തിൻ്റെ ആത്മാവ്. ഈശോ പറഞ്ഞില്ലേ, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കും. ആ ആത്മാവിനാൽ പ്രകാശിതരായിട്ട് നമ്മൾ വീണ്ടും പഴയ നിയമം പുനർവായിക്കുമ്പോൾ വായിക്കണം. അല്ലെങ്കിലോ അതെ, ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, എന്നാൽ എല്ലാവരും കരമുയർത്തി ഏറ്റു പറയാം, ധ്യാനത്തെ പോലെയാണ്. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ, അതായത് ഉയർത്തെഴുന്നേറ്റ ഈശോ മിശിഹായിലേക്ക് തിരിയുമ്പോൾ ഈ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ ടൈപ്പോളജിയുടെ ഒരു രഹസ്യം യേശു ക്രിസ്തുവിലൂടെ, അത് അടുത്ത പാരഗ്രാഫിൽ നമുക്ക് ശരിക്കും മനസ്സിലാകും കുറേ കൂടി. യേശു ക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനത്തിലൂടെയാണ് പഴയ നിയമത്തിലെ വചനങ്ങളിൽ അക്ഷരങ്ങളുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുദാഹരണം പറയുകയാണ്. അങ്ങനെ ഉദാഹരണം കേട്ടോളൂ. ജലപ്രളയം, നോഹയുടെ പേടകം. അപ്പോൾ ജലപ്രളയവും നോഹയുടെ പേടകവും മാമോദീസ വഴിയുള്ള രക്ഷയെ മുൻകൂട്ടി ചിത്രീകരിച്ചു. ഇത് അന്നാർക്കൊന്നും മനസ്സിലാവില്ല. അത് ഈശോയുടെ പരസ്യ ജീവിതകാലത്തും ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഈശോയുടെ പരസ്യജീവിതം കഴിഞ്ഞ് പന്തക്കുസ്ത കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നു, ശരിടാ, ഈ ജലം കൊണ്ടുള്ള മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയത് അതിൻ്റെ ഒരു ടൈപ്പോളജി. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നോഹയുടെ കാലത്തെ ജലപ്രളയവും
നോഹയുടെ പേടകവും എല്ലാം അതിൻ്റെ ഒരു ടൈപ്പോളജിയാണ്. അതിൻ്റെ എന്താ പറയുക, പ്രതിരൂപാത്മകമായ ഒരു അവസ്ഥയാണ്. ആ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കണം. മാമോദീസ വഴിയുള്ള രക്ഷയെ മുൻകൂട്ടി ചിത്രീകരിച്ചു. എന്നിട്ട് ഇവിടെ വചനം പറയുന്നത് 1 പത്രോസ് 3:21 ഉണ്ടോ. അതുപോലെ മേഘവും ചെങ്കടൽ കടക്കലും പാറയിൽ നിന്നുള്ള ജലവും ക്രിസ്തുവിൻ്റെ ആധ്യാത്മിക ദാനങ്ങളുടെ പ്രതിരൂപമായിരുന്നു. മരുഭൂമിയിലെ മന്ന സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ അപ്പം ആയ വിശുദ്ധ കുർബാനയെ മുൻകൂട്ടി ചിത്രീകരിച്ചു. ഇപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായില്ലേ? അതാണ് ടൈപ്പോളജി. ഇനി നമുക്ക് 489 ഖണ്ഡികയിലേക്ക് പോകാം. 489 പഴയ നിയമത്തിലെ സ്ത്രീകളെക്കുറിച്ചാണ്. അവിടെയും ഒരു ടൈപ്പോളജിയുണ്ട്. പഴയ നിയമത്തിലെ അനേകം വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിലൂടെ മറിയത്തിൻ്റെ ദൗത്യ നിർവഹണത്തിനായി കളമൊരുക്കി. അതാണ് ഏറ്റവും ആദ്യം ഹവ്വ ആയിരുന്നു. അവൾ അനുസരണക്കേട് കാണിച്ചെങ്കിലും ദുഷ്ടൻ്റെ മേൽ വിജയം വരിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനവും ജീവിക്കുന്ന സർവരുടെയും മാതാവായിരിക്കുമെന്നുള്ള വാഗ്ദാനവും അവൾക്ക് ലഭിക്കുന്നു. അതാണ് ലൂക്ക 1:26. ഈ വാഗ്ദാനപ്രകാരം സാറ വാർദ്ധക്യഗ്രസ്തയായിരുന്നിട്ട് പോലും ഒരു പുത്രനെ ഗർഭം ധരിക്കുന്നു. മാനുഷിക പ്രതീക്ഷകൾക്കെല്ലാം അതീതമായി ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ ശക്തിഹീനരും ദുർബലരുമായി പരിഗണിക്കപ്പെട്ടിരുന്നവരെ തിരഞ്ഞെടുക്കുന്നു. സാമൂലിൻ്റെ അമ്മയായ ഹന്ന, ദെബോറ, റൂത്ത്, യൂദിത്ത്, എസ്തർ കൂടാതെ മറ്റു പല സ്ത്രീകളും ദൈവത്തിൽ നിന്ന് രക്ഷ പ്രതീക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ പാവപ്പെട്ടവരുടെയും എളിയവരുടെയും ഇടയിൽ മറിയം സമുന്നത സ്ഥാനമർഹിക്കുന്നു. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം സെഹിയോൻ്റെ മഹോന്നത പുത്രിയിൽ സമയം പൂർത്തിയാകുകയും നവീനമായ രക്ഷാപദ്ധതിക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ടൈപ്പോളജി? ഇവിടുത്തെ ടൈപ്പോളജി പഴയ നിയമത്തിലെ അനേകം വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൗത്യ നിർവഹണത്തിനായി കളമൊരുക്കി. ആ മറിയത്തിൻ്റെ ടൈപ്പാണ് ആ പഴയ നിയമത്തിലെ ഒരുപാട് സ്ത്രീകൾ. ഉദാഹരണത്തിന് നമ്മൾ കേട്ടു. അപ്പോൾ അത് ഒന്ന് വ്യക്തിപരമായ ടൈപ്പോളജി. ഉദാഹരണം ആദം, 1-ാം ആദം, 2-ാം ആദം ഉണ്ടോ? അതും ഒരു ടൈപ്പോളജി തന്നെയാണ്, ആദം. ഓക്കെ, ഇനി നമുക്ക് 129 ഖണ്ഡിക. ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ പഠനത്തിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രബോധന ഭാഗമാണ്. സാവധാനം നിങ്ങൾ ഈ പ്രബോധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ, ടെലിഫോണിലൂടെയൊക്കെ പറയുമ്പോൾ ആ നമ്പർ കോട്ട് ചെയ്ത് പറയണം. അപ്പോൾ അങ്ങനെ നിങ്ങളത് ബൈഹാർട്ടാവും. നമ്മൾ ലൂക്ക 129. അതിനാൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനത്തിലൊരു പുനർവായനയാണ്. അപ്പോഴാണ് നമുക്ക് പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തു വിജ്ഞാനിയെ മനസ്സിലാവുകയുള്ളൂ. അതിനാൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇത് ശരിക്കും ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് എന്തിനാ? പരിശുദ്ധാത്മാവ് നമ്മളിൽ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് നമ്മളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം, പരിശുദ്ധാത്മാവ് തന്നെ
രചിച്ചിട്ടുള്ള ഈ വിശുദ്ധ ലിഖിതങ്ങളെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ പഠിപ്പിക്കുന്നു എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കാര്യം. അതാണ് ഈശോ അന്ത്യത്താഴവേളയിൽ പറഞ്ഞ, അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ പഠിക്കുമ്പോഴാണ് ആ മരിച്ചു ഉയർത്തുത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചം, ആത്മാവിൻ്റെ ആ പ്രകാശനത്തിലൂടെയാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത്. അപ്പോൾ പഴയ നിയമം യഹൂദരും വായിക്കുന്നുണ്ട്. പക്ഷേ യഹൂദരത് വായിക്കുമ്പോൾ ഈ അർത്ഥത്തിൽ അവർക്ക് വായിക്കാൻ പറ്റില്ല. കാരണം അവർ ക്രിസ്തുവിൻ്റെ ഈ രക്ഷാകര രഹസ്യത്തെ മുഴുവനും അവർ സ്വീകരിക്കുന്നില്ല, ഉത്ഥാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല. ഇത്തരം വീണ്ടും ടൈപ്പോളജി, ഇത്തിരൂപം പ്രതിരൂപ വിചിന്തനത്തോടു കൂടിയ വായന പഴയ നിയമത്തിൻ്റെ അക്ഷയമായ ഉള്ളടക്കത്തെ പ്രകാശിപ്പിക്കുന്നു. എന്നാൽ പഴയ നിയമത്തിന് ദൈവിക വെളിപാട് എന്ന നിലയിൽ അതിൽ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വസ്തുത നാം മറക്കരുത്. അത് പുതിയ നിയമത്തിൽ ഈശോ ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ, എന്താണ് ഒരു ഏറ്റവും പ്രധാന കൽപ്പന? അത് ഇവിടെ അടുത്ത ഇതിൽ നമുക്ക് വായിക്കാനുള്ളതാണ്. 105 105 പറയുന്നത്, മത്തായി മർക്കോസ് 12:29-31 പറയുന്നത്, എന്താണ് ഏറ്റവും വലിയ കൽപ്പന? ഏറ്റവും വലിയ കൽപ്പന ഏകസത്യദൈവമായ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നീ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളത്. കണ്ടോ? അപ്പോൾ പഴയ നിയമത്തിലെ ആ കൽപ്പന തന്നെയാണ് ഈശോ ഇവിടെയും പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കർത്താവ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വസ്തുത നാം മറക്കരുത്. ഇതിനും പുറമേ പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമം വായിക്കപ്പെടേണ്ടതാണ്. പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമം വായിക്കപ്പെടേണ്ടതാണ്. ആദിമകാലത്തെ ക്രൈസ്തവ മതബോധനം പഴയ നിയമത്തെ നിരന്തരം പ്രയോജനപ്പെടുത്തിയിരുന്നു. ഒരു പുരാതന സൂക്തമനുസരിച്ച്, ഇതാണ് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യാറുള്ളത്, പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാക്കുന്നു. ഇത് വിശുദ്ധ അഗസ്തീനോസിൻ്റേതാണെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇവിടെ അടിക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. സെയിൻറ്റ് അഗസ്റ്റീൻ, പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു, പഴയത് പുതിയതിൽ വ്യക്തമാക്കുന്നു. അതായത് പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു. പുതിയ നിയമം നിഴലാം നിയമം വിട്ട് നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ നമ്മൾ പാടുന്നുണ്ടല്ലോ കുർബാനയിൽ. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാം. സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിൽ, അപ്പോസ്തല പ്രവർത്തനത്തിലുള്ള എല്ലാ പ്രസംഗങ്ങളും, സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം, പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗം, പൗലോസിൻ്റെ പ്രസംഗം, ഇവിടെയെല്ലാം ആ പഴയ നിയമത്തിലെ ഒളിഞ്ഞിരിക്കുന്ന ആ ക്രിസ്തുവിനെ ആദ്യം പറഞ്ഞിട്ടാണ് അവർ ഈശോയെ പ്രഘോഷിക്കുന്നത്. അതായത് പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു, പഴയ നിയമം പുതിയ നിയമത്തിൽ തെളിഞ്ഞു വരുന്നു. ഇത്രയും നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ ലിഖിതങ്ങൾ തമ്മിലുള്ള ആ പ്രതിരൂപ ഐക്യം നമ്മളിപ്പോൾ 128 129 ഖണ്ഡികളിൽ പഠിക്കുന്നത് ടൈപ്പോളജി. അതായത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങളും പഴയ നിയമത്തിൻ്റെ അക്ഷരങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ കണ്ടുപിടിക്കണം, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിലല്ല. പ്രൈസ് ദി ലോർഡ്.